ലോകം മുഴുവനും യേശുനാഥന്റെ ജനനത്തെ ഓർക്കുന്ന ഇന്ന് പവർ വിഷൻ കുടുംബത്തോട് ചേർന്ന് നമുക്കും കർത്താവ് ഭൂമിയിലേക്ക് വന്ന ആ മഹൽ ദിനത്തെ ഓർക്കാം. അതിൻ്റെ ഡേറ്റ് സംബന്ധിച്ച് തർക്കങ്ങൾക്ക് പോകണ്ട. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ബൈബിളിൽ വേണമെങ്കിൽ രേഖപ്പെടുത്താമായിരുന്നല്ലോ. കാരണം അതിനേക്കാൾ 2000 വർഷം മുമ്പ് നടന്ന പെസഹായുടെ ഡേറ്റ് തിരുവെഴുത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ആബീബ് മാസം 10-ാം തീയതിയും 14-ാം തീയതിയും അതിനോട് ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാലം ഒത്തിരി പുരോഗമിച്ച് കഴിഞ്ഞ് നടന്ന ക്രിസ്തു ജനനം ബൈബിളിൽ ഡേറ്റ് എഴുതാതിരുന്നത് മനഃപൂർവമല്ലേ എന്ന് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കും. പുതിയ നിയമത്തിൽ ഒരു ദിവസത്തിനും അമിത പ്രാധാന്യം കൊടുക്കാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം മാത്രം ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവിൻ്റെ വരവാണ്. അതിൻ്റെ ഡേറ്റോ പറയാൻ പറ്റത്തുമില്ല. ആ നാളും നാഴികയും സംബന്ധിച്ച് നിങ്ങൾ അറിയണ്ട, കാരണം അത് വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാ ദിവസവും അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ്. എന്നാൽ ഒരു ചോദ്യം: ക്രിസ്തു ജനിച്ചോ? ജനിച്ചു. പശുത്തൊട്ടിയിൽ കിടത്തിയോ? കിടത്തി. കന്യക ഗർഭിണിയായോ? ഉറപ്പാണ്. എങ്കിലും ആ വചനം നമുക്കൊന്ന് ധ്യാനിക്കാം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഈ വാക്യം BC 750 രേഖപ്പെടുത്തി. 750 കൊല്ലം കഴിഞ്ഞപ്പോൾ മത്തായി ആ വാക്യമെടുത്ത് പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചു. 1-ാം അധ്യായം 22-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. മേരി ദൈവത്തിന്റെ ദൂതന്റെ സന്ദർശനവും ദൈവവചനത്തിന്റെ സ്വീകരണവും നിമിത്തം ഗർഭവതിയാകുന്നു. ഇതൊരു ഡിവൈൻ പ്രഗ്നൻസിയാണ്. യുണീക്ക്. അതിന് പകരം വേറെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ ജോസഫ് ആകുലചിത്തനായി വിവാഹ നിശ്ചയം ചെയ്തിരുന്നതിനാൽ അവൻ അവളെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനോട് ദൈവത്തിൻ്റെ മാലാഖ പറഞ്ഞു, പാടില്ല. അവനെയും ഈ വചനം ഉദ്ധരിച്ച് കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മുൻ നിശ്ചയിച്ച സ്ഥലത്തും മുൻ നിശ്ചയിച്ച ഭവനത്തിലും മുൻ നിശ്ചയിച്ച തീയതിയിലും ആയിരുന്നു. പേര് മുൻ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് ആ ഡിവൈൻ ബർത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും.
ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെയെന്ന്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. മനുഷ്യരാരും കാണാൻ കഴിയാത്ത ദൈവം നമ്മോട് കൂടെ നടക്കാൻ വേണ്ടി മനുഷ്യരൂപമെടുത്ത് ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. അവനെ ചുംബിക്കാം, അവനെ സ്നേഹിക്കാം, അവനെ സേവിക്കാം, അവനെ സാക്ഷിക്കാം, അവനെ പ്രസംഗിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.